ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മെനു നമ്പർ 64 ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്, ഞങ്ങൾ അടുത്തൊരു ഫാമിലി ഗെറ്റ് ടുഗെദറിന് പോയപ്പോൾ ഒരു ചിക്കൻ കറി കഴിച്ചായിരുന്നു, ആലപ്പി ചിക്കൻ കറി. അതും നെയ്ച്ചോറും കൂടിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഗീ റൈസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇന്ന് ഞാൻ ആലപ്പി ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അത് വഴന്നു വരുമ്പോൾ അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറുന്നവരെ, ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളകും പട്ടയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡിഷിൽ കുരുമുളക് മാത്രമാണ് നമ്മൾ എരിവിന് ചേർക്കുന്നത്. വറ്റൽമുളകും കുരുമുളകും അല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നല്ലപോലെ കോട്ടാവുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കി ആഡ് ചെയ്യാം. ഇനി അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് 2ാം പാൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന വരെ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം വരെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി കുക്കായി വരില്ല. അപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് വെക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ അതൊരു 5 മിനിറ്റ് നേരം കൂടി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്തിട്ട് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി 1ാം പാൽ ഒഴിക്കുക അതിലേക്ക്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറി റെഡിയാണ്. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടി നെയ്ച്ചോറിൻ്റെ കൂടിയാണ് ബെസ്റ്റായിട്ട് വരിക. അപ്പോൾ ഇതെന്തായാലും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കൂടി പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.